ഷെഫേ, ആണ്. നമ്മുടെ ഈ സീസർ സാലാഡേ ആ. ഇറ്റാലിയൻ ആണോ? അതിന്റെ പുറകിൽ എന്തെങ്കിലും ചരിത്രം, സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? സീസർ സലാഡിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. 1924 ഒരു ഇറ്റാലിയൻ ഇമിഗ്രന്റ് ആയിട്ടുള്ള റെസ്റ്റോറന്റർ സീസർ കാർഡീനി മെക്സിക്കോയിലെ തിജുവാനയിലാണ് ഈ ഒരു സലാഡ് ഉണ്ടാക്കിയത് ആദ്യമായിട്ട്. മെക്സിക്കോ അമേരിക്കയുടെ ബോർഡർ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവിടുത്തെ ധാരാളമായിട്ട് അമേരിക്കൻ ടൂറിസ്റ്റും വിസിറ്റേഴ്സും ഒക്കെ അവിടെ വരുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ജൂലൈയിലെ ഒരു 4-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. റെസ്റ്റോറന്റ് ഭയങ്കര ബിസി ആയിരുന്നു. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വന്നു. അവരുണ്ടാക്കിയിരുന്ന ഫുഡ് എല്ലാം തീർന്നു പോയി. അപ്പോൾ പെട്ടെന്ന് ഇനി ഇരിക്കുന്ന ഗസ്റ്റിന് അവരുടെ ആ ഒരു വിശപ്പ് മാറ്റുന്നതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റാഫ് എല്ലാം പതറി നിൽക്കുമ്പോഴത്തേക്കിന് നമ്മുടെ സീസർ കാർഡിനി എന്ത് ചെയ്തു? ആ ഇരിക്കുന്ന ലെഫ്റ്റ് ഓവേഴ്സ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒരു ട്രോളിയിൽ സെറ്റ് ചെയ്തിട്ട് ഗസ്റ്റിന്റെ ടേബിളിനടുത്തേക്ക് ചെന്നു. ആ ടേബിളിന്റെ സൈഡിൽ തന്നെ നിന്നുകൊണ്ട് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ആ റോമൻ ലെറ്റ്യൂസും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ചേർത്തിട്ട് ഒരു ടാങ്കി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങിൽ ഈ ഒരു സാലാഡ് ഗസ്റ്റിന് കൊടുത്തു. അത്ഭുതവശ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഈ വാർത്ത അമേരിക്കയിൽ ഉടനീളം സ്പ്രെഡ് ആവുകയും അതിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള സെലിബ്രിറ്റീസ് ഹോളിവുഡിൽ നിന്നും അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അവരും അത് ട്രൈ ചെയ്യുകയും അങ്ങനെ ഈ ഒരു സീസർ സലാഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ട് തീരുകയും ചെയ്തു. പിന്നീടുള്ള ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ.